It is professional and medical negligence under section 304 of Indian Penal Code. ഇയാളെന്ത് ഇംഗ്ലീഷിൽ ചെലുക്കണേ കാര്യം എന്താന്ന് പറയും സാറേ സാറിപ്പോ ഇംഗ്ലീഷൊക്കെ കോടതിയിൽ പോയിട്ട് പറഞ്ഞോളി ഇവിടെ ഇപ്പൊ ഞമ്മക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് മലയാളത്തിൽ കേൾക്കണേ മലയാളത്തില് ഡോക്ടറുടെ അലംഭാവം മൂലം രോഗിക്ക് ഗുരുതരമായ ഡാമേജ് ഉണ്ടായാൽ ഈ ഡോക്ടറെ നമുക്ക് ജയിലിൽ വരെ കിടത്താൻ വകുപ്പുണ്ട്. അല്ല അപ്പൊ നമുക്ക് ഈ ഡോക്ടറിന്റെ അലംഭാവം മൂലം രോഗിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക? അങ്ങനെ ചോദിച്ചാൽ ഒരു 4-5 വകുപ്പിൽ അത് പെടും. ഒന്ന്, കൂടുതലായ അളവിൽ അനസ്തേഷ്യ രോഗിയുടെ ശരീരത്തിലേക്ക് കയറ്റിവിട്ടാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. 2, തെറ്റായ അവയവങ്ങളിൽ ഓപ്പറേഷൻ ചെയ്താൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. 3, തെറ്റായ രീതിയിൽ ഓപ്പറേഷൻ ചെയ്താൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. 4, ശസ്ത്രക്രിയാ സമയങ്ങളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ രോഗിയുടെ ശരീരത്തിൽ വെച്ച് തുന്നിക്കെട്ടിയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. 5, തെറ്റായ ഗ്രൂപ്പിലുള്ള രക്തം രോഗിയുടെ ശരീരത്തിലോട്ട് കയറ്റിവിടുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ 5 തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധിപ്പിച്ചു വരും. മൂന്നാമത്തെ, തെറ്റായ രീതിയിൽ ഓപ്പറേഷൻ ചെയ്തത് മൂലമുള്ള പ്രശ്നങ്ങൾ. ഈ ഒറ്റ കാരണം മതി അവനെ പൂട്ടാൻ. അത് ഞാൻ പൂട്ടും. നിങ്ങളുടെ എതിർകക്ഷി ഡോക്ടർ ആള് പൈസക്കാരനാണ്. അയാള് പൈസ എറിഞ്ഞ് കളിക്കും. പിന്നെ എന്നോട് കണക്കണ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല അയാൾ കൈ എറിഞ്ഞോട്ടെ, അയാൾ എറിയുടെ കൈ പിന്നെ നമുക്ക് പിടിച്ചെടുക്കാലോ അല്ലേ? ആ കാര്യം നിങ്ങൾ എനിക്ക് വിട്. അല്ല അതല്ല ഇപ്പൊ പ്രശ്നം. ഇപ്പൊ മാസം ഇപ്പൊ വക്കീലിന്റെ അടുത്ത് ഞങ്ങൾ വരുമ്പോ വക്കീലിന് നല്ല ഫീസ് തരേണ്ടി വരില്ലേ? അത് തരേണ്ടി വരും. ആ കാര്യത്തിൽ നിങ്ങൾ വലിയ വിട്ടുവീഴ്ചയൊന്നും പ്രതീക്ഷിക്കേണ്ട. ആ കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റ് ആണ്. നമ്മൾ ഈ കായൊക്കെ കണ്ട കായൊക്കെ നമ്മൾ ഇവിടെ ഇറക്കിയിട്ട് പിന്നെ നമ്മുടെ ഈ കോടതിയാണ് ഏത് കാലത്തൊക്കെ ഇത് പാസ്സായിട്ട് കിട്ടാനാണിത്. നിങ്ങൾക്ക് പൈസയും ചെലവാക്കാൻ പറ്റൂല. പെട്ടെന്ന് പരിഹാരവും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഈ കേസ് കൊണ്ടുപോയിട്ട് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ കൊടുക്കും. അതേതാ ഫോറോ? പിടിയിട്ടില്ല. ജില്ലാ കൺസ്യൂമർ കോർട്ട്. അവിടെ കൊടുത്താൽ മതി ഇത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരവും കിട്ടും, വലിയ പണച്ചെലവില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പരാതി കൊണ്ടുപോയിട്ട് കൺസ്യൂമർ ഫോറത്തിലെ സൂപ്രണ്ടിനെ ഏൽപ്പിക്കും. ബാക്കി ഞാൻ ഫോളോ ചെയ്തോളാം. അതായത് ഡോക്ടറുടെ ഭാഗത്തുള്ള അശ്രദ്ധ മൂലമാണ് നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ തെളിയിക്കണം. എന്ന് വെച്ചാൽ ഈ ആശുപത്രിയിൽ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയും അശ്രദ്ധയും വീഴ്ചയും മൂലമാണ് നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ തെളിയിച്ചാലാണ് നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടുള്ളൂ. അത് പറ്റും. അത് തെളിയിക്കാൻ പറ്റും. എന്താണെന്നറിയോ, 24-ാം തീയതിയാണ് ഞാൻ ഈ സാറിനെ കാണാൻ പോയത്, ഈ കണ്ണ് കാണിക്കാനേ. അപ്പൊ അയാൾ പറഞ്ഞു കണ്ണ് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പരിശോധിക്കാറെന്ന് പറഞ്ഞിട്ട് ഇയാൾ പരിശോധിച്ചു പറഞ്ഞു തന്റെ കണ്ണിനൊരു കുഴപ്പമില്ലല്ലോ, നല്ല കാഴ്ച ഉണ്ട് തന്റെ കണ്ണിന് നോട്ട് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് അയാള്. ഞങ്ങളുണ്ട്. അത് കാണിച്ചു കൊടുത്താൽ മതിയോ? അങ്ങനെ എന്നിട്ട് 27-ാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ. 29-ാം തീയതി എപ്പോഴത്തും കണ്ണിന്റെ കാഴ്ച പോയി. ശരിക്കും നിങ്ങൾക്ക് ഇത് ഫയൽ ചെയ്യാനായിട്ട് ഈ സർട്ടിഫിക്കറ്റ് മാത്രം മതി. ഇതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ പ്രസന്റ് കണ്ടീഷൻ വെച്ചുകൊണ്ടും ഈ രണ്ടും തമ്മിൽ ഈ ഓപ്പറേഷൻ മൂലമാണ് ഈ കാഴ്ച പോയെന്നുള്ളത് നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ആപ്ലിക്കേഷൻ ഫോം തരാം. ഈ ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ എന്റെ അഡ്മിഷൻ കാർഡ്, അവിടെ നിന്ന് കുറിച്ച് തന്നിട്ടുള്ള ആ മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ, മരുന്ന് മേടിച്ച ബില്ല്, ഓപ്പറേഷന്റെ ഡീറ്റെയിൽസ്, ആ ബില്ല്, ഡിസ്ചാർജ് സമ്മറി, ഇത്രയും കാര്യവും മറക്കാതെ ഈ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനലും ഇതിന്റെ കൂടെ വച്ചിട്ട് നിങ്ങൾ ഒരു വക്കീൽ മുഖാന്തരോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടോ ഈ ഫോറത്തിൽ തരാം. നേരിട്ട് പറ്റുമോ? പറ്റും. വക്കീൽ വേണളിയ, വക്കീലില്ലെങ്കിൽ നമുക്കൊരു ബലമുള്ളൂ. അല്ല സാർ, ഇതിപ്പോ കേസായിട്ട് മുന്നോട്ട് പോയാലേ നമുക്കൊരു 10 ലക്ഷം ഉറുപ്പിയെങ്കിലും നഷ്ടപരിഹാരമായിട്ട് കിട്ടൂലേ? കോമ്പൻസേഷൻ എടോ 10 ലക്ഷം കിട്ടുകൊണ്ട് ഈ കണ്ണ് കിട്ടുമോ? കണ്ണിന് അതിനേക്കാളും കൂടുതൽ കിട്ടും. ഇനി പറഞ്ഞു കൊടുക്കണ്ട. കോർട്ട് വിൽ ഡിസൈഡ് ദ കോമ്പൻസേഷൻ. എന്താണ്? കോർട്ടാണ് തീരുമാനിക്കുക നിങ്ങൾക്ക് എത്ര രൂപ തരണം എന്നുള്ളത്. മതി.